ഇന്നത്തെ ചൈതന്യ സേവനം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 7-ാം അധ്യായം, ശ്രീ ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ എന്ന അധ്യായത്തിലെ 97-ാമത്തെ ശ്ലോകമാണ്. അതുമുതലാണ് നമ്മൾ ചർച്ച ചെയ്യുക. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 7-ാമത്തെ അധ്യായം 97-ാമത്തെ ശ്ലോകം. കൃഷ്ണനാമേ ആനന്ദ സിന്ധു ആസ്വാദന ബ്രഹ്മാനന്ദ താര ആകെ കാതോഗത സമാ. കൃഷ്ണനാമേ ആനന്ദ സിന്ധു ആസ്വാദന ബ്രഹ്മാനന്ദ താര ആകെ ഗാതേ കാതോഗത സമാ. കൃഷ്ണനാമേ ആനന്ദ സിന്ധു ആസ്വാദന ബ്രഹ്മാനന്ദ താര ആകെ ഗാതോദക സമാ. ശബ്ദാർത്ഥം: കൃഷ്ണനാമേ, കൃഷ്ണനാമത്തിൽ, ഏതൊരു ആനന്ദ, അതീന്ദ്രിയ ആനന്ദം, സിന്ധു സമുദ്രം, ആസ്വാദന ആസ്വദിക്കുക, ബ്രഹ്മാനന്ദ അവ്യക്തിഗത ബ്രഹ്മത്തിൽ നിന്നുള്ള ആനന്ദം, താര അതിന്റെ ആകെ മുന്നിൽ, ഗാതോദക ആഴം കുറഞ്ഞ തോടിലെ വെള്ളം, സമ തുല്യം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: കൃഷ്ണനാമ ജപത്തിൽ നിന്നും അനുഭവേദ്യമാകുന്ന അതീന്ദ്രിയ ആനന്ദത്തിന്റെ സമുദ്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം, ബ്രഹ്മാനന്ദം, ആഴം കുറഞ്ഞ കൈത്തോട്ടിലെ ജലത്തിന് സമാനമാണ്. ഭാവാർത്ഥം: ഭക്തി രസാമൃത സിന്ധുവിൽ 1:38 ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ബ്രഹ്മാനന്ദോ ഭവേത് ദേശാ ചേത്പരാർദ്ധ ഗുണീകൃത നൈതി ഭക്തി സുഖാം ബോധേ പരമാണു തുലാമപി. ബ്രഹ്മനിരാകാര സാക്ഷാത്കാരത്തിൽ നിന്നുണ്ടാകുന്ന അതീന്ദ്രിയ ആനന്ദത്തെ കോടി കൊണ്ട് ഗുണനം നടത്തിയാൽ പോലും അത്രയും അളവ് ബ്രഹ്മാനന്ദത്തെ ശുദ്ധഭക്തിയുത സേവനത്തിൽ നിന്നും അനുഭവേദ്യമാകുന്ന ആനന്ദത്തിന്റെ ഒരു കണികയോട് പോലും താരതമ്യം ചെയ്യുവാൻ ആകില്ല. ഓം അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപഗതാമുഖ്യം ദദാന്തീഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീപദപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗൃണാദാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിചിസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൽ ശിലാഭിഷാകാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശപ്രായണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ അധ്യായം 7, ചൈതന്യ മഹാപ്രഭു 5 ഭാഗങ്ങൾ എന്ന അധ്യായത്തിലെ 97-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു ബനാറസിലെ മായാവതി സന്യാസിമാരെ ഭക്തിയുത സേവനം അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ എന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഭക്തന്മാരാക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് ചൈതന്യ മഹാപ്രഭു പല പല കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ കണ്ടത് കാണാൻ സാധിക്കും. എങ്ങനെ ആധ്യാത്മിക ഗുരുവിന്റെ വചനങ്ങൾ അദ്ദേഹം ദൃഢവിശ്വാസത്തോടെ അദ്ദേഹം ഭഗവാന്റെ നാമങ്ങൾ, കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ട് അത് പാടി നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പം ജസ്റ്റ് ഈ ഒരു മായാവതി സന്യാസികൾ ചിന്തിച്ചു ഇത് ജസ്റ്റ് ഒരു സെന്റിമെന്റലിസം മാത്രമാണെന്ന്, അതായത് ചൈതന്യ മഹാപ്രഭു ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെയ്യുന്നത് ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വരികയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ ഭഗവാന്റെ അടുത്തുള്ള നാമം ജപിക്കുമ്പോഴും ആ പരിശുദ്ധ സ്നേഹവും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് ചൈതന്യ മഹാപ്രഭു തനിയെ സംഭവിക്കുന്ന കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു.
അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ വിവർത്തനത്തിൽ പറയുന്നു, കൃഷ്ണനാമ ജപത്തിൽ നിന്നും അനുഭവവേദ്യമാകുന്ന അതീന്ദ്രിയ ആനന്ദത്തിന്റെ സമുദ്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം, ബ്രഹ്മാനന്ദം ആഴം കുറഞ്ഞ കൈത്തോട്ടിലെ ജലത്തിന് സമാനമാണ്. അപ്പം ഇതിൽ പറയുന്നു, നാമജപത്തിൽ നിന്ന് വരുന്ന ആനന്ദം, ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മസാക്ഷാത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ? അപ്പം ഇപ്പൊ കൃഷ്ണാമത്തെ അനുവേദമാകുന്ന ആനന്ദം എന്ന് പറയുന്നത് ഒരു വലിയൊരു സമുദ്രമാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാനന്ദത്തിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആഴം കുറഞ്ഞ കൈത്തോട്ടിലെ ജലത്തിന് സമാനമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ഭക്തി രസാപ സിന്ധുവിനും ഇത് സെയിം കാര്യം ഇതിൽ പറയുന്നു. അതാണ് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. ബ്രഹ്മ നിരാകാര സാക്ഷാത്കാരത്തിൽ നിന്നുണ്ടാകുന്ന അതീന്ദ്രിയ ആനന്ദത്തെ കോടി കൊണ്ട് ഗുണനം നടത്തിയാൽ പോലും അത്രയും അളവ് ബ്രഹ്മാനന്ദത്തെ ശുദ്ധഭക്തി സേവനത്തിൽ നിന്നും അനുഭവേദ്യമാകുന്ന ആനന്ദത്തിന്റെ ഒരു കണികയോട് പോലും താരതമ്യം ചെയ്യാനാകില്ല. അപ്പം എത്രത്തോളം വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഭഗവാന്റെ തിരുനാമത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവും അതേസമയത്ത് അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം കാരണം ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു ആനന്ദമായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവാത്മാവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ജീവര സ്വരൂപേ കൃഷ്ണയുടെ നിത്യദാസ്, കൃഷ്ണന്റെ ദാസനാണ്. അപ്പൊ നമ്മുടെ സേവനം ചെയ്യുക എന്നൊരു ധർമ്മം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ആ സേവനം ചെയ്യാൻ ഉള്ള അവസരം അവിടെ ഇല്ല ശരിക്കും. ഇപ്പം ബ്രഹ്മത്തിൽ പോയി ലയിക്കുക അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇനാക്ടിവിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് നമ്മള് ഭാഗവത്തിലും പറയുന്നുണ്ട്, ആരോഗ്യ കൃഷ്ണനെ പദം പദം പരന്തിയത അനാദൃത യുഷ്മതങ്കറിയ എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നു, ഒരു വ്യക്തിക്ക് ബ്രഹ്മാനന്ദം പോകിയാൽ കൂടി, കാരണം അദ്ദേഹത്തിന് അവിടെ ഭഗവാന്റെ പാദ പങ്കജം ആകുന്ന പാദപത്മത്തെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു ലോകത്തിലോട്ട് തിരിച്ചു വരേണ്ടി വരും എന്നാണ് ശ്രീമദ് ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പം ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് നമ്മൾ ജസ്റ്റ് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അത്രയും ആനന്ദം നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈ ഭാരതത്തിൽ പറഞ്ഞു. ഇപ്പൊ പലപ്പോഴും നമുക്ക് സംശയം വരാം, നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ നാമം ജപിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ അകത്തിൽ ആനന്ദം വരാത്തത് എന്നുള്ള സംശയം വരാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മള് നാമം ജപിക്കുന്നത് എത്രത്തോളം ശ്രദ്ധയോടെയും എത്രത്തോളം അപരാധമില്ലാതെയാണ് നാമം ജപിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഫാക്ടർ. നമ്മൾ എത്ര നാമം ജപിച്ചാലും നമ്മൾ അപരാധമാണ് നമ്മളെ കൃഷ്ണപ്രേമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാമജപത്തിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാന്റെ 10 തിരുനാമങ്ങൾ അല്ലെ, നാമ അപരാധങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് നാമം ജപിക്കുന്നത്. അപ്പൊ നാമ അപരാധങ്ങളിൽ നിന്ന് വിമുക്തനാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പരിശുദ്ധമായിട്ടും ഭക്തനാവാൻ സാധിക്കും. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയുന്നു, ഒരു ശിഷ്യൻ ചോദിച്ചു, എത്ര സമയം എടുക്കും ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാൻ ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ ശീല പ്രഭുപാദ് പറഞ്ഞു, ഈ ഒരു സമയം, ഈ ഒരു നിമിഷത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ഭക്തനാവാൻ സാധിക്കുമെന്ന് പ്രഭുപാദ് അവിടെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നീ എന്റെ പുസ്തകങ്ങൾ വായിക്കുന്നില്ലേ, പിന്നെ എന്താണ് നീ ഇങ്ങനെ ചോദ്യം ചോദിച്ചത്? അപ്പൊ ശീല പ്രഭുപാദ് പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ നാമങ്ങൾ ശ്രദ്ധയോടെ നാമം ജപിക്കുന്നത്, ഒരു വ്യക്തി അപരാധമില്ലാതെ നാമം ജപിക്കുന്ന ആ വ്യക്തിക്ക് അപ്പൊ തന്നെ പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള വ്യക്തികളെയും പരിശുദ്ധ ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തിവിനോദ് ഠാക്കൂറും ഒരു ഇതിൽ പറഞ്ഞു, ഏക് ബാർ നാം ലേലെ മത്ത ഹൊയ്യേ, അതായത് ഒരു തവണയെങ്കിലും നമ്മൾ ഭഗവാന്റെ തിരുനാമം ശ്രദ്ധയോടെ ആ പ്രേമത്തോടെ നമ്മൾ ജപിക്കുക, അപരാധമില്ലാതെ ജപിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അത്രയും മത്തം, അതായത് അത്രയും ആനന്ദം ലഭിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയും തിരുനാമത്തിൽ അത്രയും ശ്രദ്ധ, അത്രയും വിശ്വാസത്തോടെ നമുക്ക് നാമം ജപിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നാമജപം ജപിക്കുന്ന സമയത്തും അത്രയും പ്രാർത്ഥനയോടെയും നമ്മൾ അത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള മോഡിൽ ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് നാമം ജപിക്കണം. അല്ലാതെ ജസ്റ്റ് നമ്മൾ മാല എടുത്തു ജപിച്ചു എന്നല്ല, നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടും. നാമജപം എന്ന് പറയുന്നത് അത്രയും ഉയർന്നൊരു കാര്യമാണ്. എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ? നമുക്ക് കൃഷ്ണഭക്തിയിലോട്ട് വരാനുള്ള യോഗ്യത പറഞ്ഞാൽ എന്താണ്? നമുക്ക് യോഗ്യതയില്ല, അത് ഭക്തന്മാരുടെ കാര്യം കൊണ്ടാണ് നമുക്ക് വരാൻ സാധിച്ചത്. അപ്പൊ അതിന് നമ്മൾ അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തുക ഭക്തന്മാരടുത്തും, ശീല പ്രഭുപാദിനടുത്തും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ കാലക്രമേണ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ ജപിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആ നാമജപത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത്ര ആനന്ദം, നമുക്ക് സമുദ്രം പോലുള്ള ആനന്ദം
എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് കടക്കാം. ശ്ലോകം 98. ത്വത്സാക്ഷാത്കരണാഹ്ലാദ വിശുദ്ധാബ്ധി സ്ഥിതസ്യ മേ സുഗാനി ഗോഷ്പദായന്തേ ബ്രാഹ്മണ്യപി ജഗദ്ഗുരോ. ത്വത്സാക്ഷാത്കരണാഹ്ലാദ വിശുദ്ധാബ്ധി സ്ഥിതസ്യ മേ സുഗാനി ഗോഷ്പദായന്തേ ബ്രാഹ്മണ്യാപി ജഗദ്ഗുരോ. ത്വത്സാക്ഷാത്കരണാഹ്ലാദ വിശുദ്ധാബ്ധി സ്ഥിതസ്യ മേ സുഗാനി ഗോഷ്പദായന്തേ ബ്രാഹ്മണ്യാപി ജഗദ്ഗുരോ. ശബ്ദാർത്ഥം: ത്വത് അങ്ങയുടെ, സാക്ഷാത്കരണാഹ്ലാദ ദർശന സാക്ഷാത്കാരത്തിൽ നിന്നുള്ള ആനന്ദം, വിശുദ്ധ പരിശുദ്ധമായ അബ്ധി സമുദ്രം, സ്ഥിതസ്യ സ്ഥിതി ചെയ്യുന്ന, മേ എന്നാൽ, സുഗാനി ആനന്ദം, ഗോഷ്പദായന്തേ കാലിക്കുളമ്പടി പതിഞ്ഞ അടയാളം, ബ്രാഹ്മണി അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം, അഭി കൂടി, ജഗദ്ഗുരു അല്ലയോ പ്രപഞ്ചനാഥ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അല്ലയോ ജഗദ്ഗുരുവായ ഭഗവാനെ, അങ്ങയുടെ നേരിട്ടുള്ള ദർശനത്താൽ എന്റെ അതീന്ദ്രിയ ആനന്ദം സമുദ്ര സമാനം വർധനം ആയിരിക്കുന്നു. ഈ ആനന്ദ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റെല്ലാ ആനന്ദങ്ങളും കാലിക്കുളമ്പടി പതിഞ്ഞ സ്ഥലത്തെ ജലത്തിന് തുല്യം നിസ്സാരമായി എനിക്ക് അനുഭവേദ്യമാകുന്നു. ഭാവാർത്ഥം: പരിശുദ്ധ ഭക്തി സേവനത്തിൽ നിന്ന് അനുഭവേദ്യമാകുന്ന ആനന്ദം സമുദ്ര സമാനമാണ്. എന്നാൽ ഭൗതിക ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്നും അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നും പോലും ലഭ്യമാകുന്ന ആനന്ദം കാലിക്കുളമ്പടിയിലെ ജലത്തിന് സമാനമാണ്. ഇത് ഹരിഭക്തി സുധോദയത്തിലെ ഒരു ശ്ലോകമാണ് 14:36. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ ചൈതന്യചരാമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവിടെ ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പല പല ശാസ്ത്രങ്ങളിൽ നിന്നും പല പല ശ്ലോകങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്ത് നമ്മളെ പോലത്തെ ഭക്തന്മാരാകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് തിരുനാമങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം ചെലുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പല പല ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഹരിഭക്തി സുധോദയത്തിലെ ഒരു ശ്ലോകമാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലും വീണ്ടും ഭഗവാന്റെ ഒരു പേഴ്സണൽ ഫോം അല്ലെങ്കിൽ ഭഗവാനെ ഒരു വ്യക്തിയാണെന്ന രൂപത്തിലൂടെ മനസ്സിലാക്കി നമ്മൾ ഇതിലൂടെ ഭഗവാനെ മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിനെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണ്. അതേ സമയത്ത് അല്ലാതെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദമോ അല്ലെങ്കിൽ ഒരു ഭഗവാൻ ഒരു എന്താ പറയുക ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദമോ, ആ ആനന്ദം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാലിക്കുളമ്പടിയിലെ ഒരു ജലത്തിന് തുല്യമാണ്, അത്രയേ ഉള്ളൂ എന്നാണ് അത് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരാവാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഓരോ ശ്രീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളായാലും ശരി, അദ്ദേഹത്തിന്റെ ഓരോ ലെക്ചറുകളായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്ന ഓരോ നാമമായാലും ശരി, അതൊക്കെ നമ്മുടെ ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ ജീവാത്മാക്കളും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരാവാം. നമ്മളെല്ലാവരും പരിശുദ്ധ ഭക്തന്മാരാണ്, പക്ഷെ നമ്മളിപ്പോ അത് മറന്നിരിക്കുകയാണ്. അതിനെ റീഅവേക്കൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണാവത പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ കാരണം കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യകപന ശ്രവണാദി സുദശത്തെ കരയുതൈ. അപ്പം കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞത് നിത്യസിദ്ധമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അത് പുറത്തുപോയി നമ്മൾ വാങ്ങേണ്ട ഒരു കാര്യമല്ല. അപ്പൊ എങ്ങനെയാണത്? അതിപ്പോ നമ്മൾ മറന്നിരിക്കണം. അതിന് എങ്ങനെയാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകാശം വരുന്നത്, അതുപോലെ തന്നെ ശ്രവണാദി സുജിതത്തെ, ഇപ്പൊ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ശ്രദ്ധയോടെ ശുദ്ധമായിട്ട് ഭഗവാന്റെ നാമം നമ്മൾ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃഷ്ണഭക്തി ഉണർന്നു വരും. എങ്ങനെയാണോ സൂര്യൻ വരുന്നതിന് മുമ്പ് പ്രകാശം വരുന്ന പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇവിടെ കൃഷ്ണപ്രേമം പൂർണ്ണമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണഭക്തിയിലെ രുചി നമുക്ക് അനുഭവേദ്യമാവും എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പം അതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ഉയർന്ന സന്തോഷം എന്ന് പറയുന്നതാണ് കൃഷ്ണഭക്തി തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് എന്ന് പറയുന്നതാണ് ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി, അല്ലെ? അപ്പൊ നമ്മൾ നാമം ജപിക്കുന്ന എന്താണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൃഷ്ണഭക്തി ചെയ്യുന്നത് എന്തിനാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ അതുകൊണ്ട് ഏറ്റവും പരമമായിട്ടുള്ള സന്തോഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാവുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം നമുക്ക് കിട്ടും. ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അനുനിമിഷം കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷമാണ്. അല്ലെ, നമുക്കൊരു സന്തോഷം കിട്ടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടും. അങ്ങനത്തെ സന്തോഷം ആരും ആഗ്രഹിക്കില്ല. പക്ഷെ ഓരോ നിമിഷവും നമുക്ക് സന്തോഷം കൂടുന്നത് അങ്ങനത്തെ ഒരു സന്തോഷമാണ് കൃഷ്ണഭക്തിയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 99. പ്രഭുരമിഷ്ടവാക്യ ശുനി സന്യാസീരഗണ സംസാരിക്കുന്നു. പ്രഭുരമിഷ്ടവാക്യ ശുനി സന്യാസീരഗണ ചിത്ത ഫിരി ഗേലെ കഹെ മധുര വചന. പ്രഭുരമിഷ്ടവാക്യ ശുനി സന്യാസീരഗണ ചിത്ത ഫിരി ഗേലെ കഹെ മധുര വചന. പ്രഭുരമിഷ്ടവാക്യ ശുനി സന്യാസീരഗണ ചിത്ത ഫിരി ഗേലെ കഹെ മധുര വചന. ശബ്ദാർത്ഥം: പ്രഭുവിന്റെ ഇഷ്ടവാക്യ മധുരവാക്കുകൾ ശുനി കേട്ടിട്ട്, സന്യാസീരഗണ സന്യാസി സമൂഹം, ചിത്ത ബോധം, ഫിരി ചലിച്ചു, ഗേല പോയി, കഹേ പറഞ്ഞു, മധുര വചന സന്തോഷകരമായ വചനങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി സുഭാഷിയുടെ പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: വിവർത്തനം: മഹാപ്രഭുവിന്റെ സംഭാഷണം കേട്ട് മായാവാദി സന്യാസിമാരുടെ മനസ്സലിഞ്ഞു. മധുരവചനങ്ങൾ അവർ ഇപ്രകാരം പറഞ്ഞു. ഭാവാർത്ഥം: മായാവാദി സന്യാസികൾ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സങ്കീർത്തന പ്രസ്ഥാനത്തിന് മഹാപ്രഭു പങ്കുചേരുന്നതിനെ വിമർശിക്കുവാനായിരുന്നു വാരണാസിയിൽ മഹാപ്രഭുവിനെ സന്ധിച്ചത്. സങ്കീർത്തനത്തിൽ എതിരെ ആയുള്ള ഈ അസുര മനോഭാവം ശാശ്വതമായി നിലനിൽക്കുന്നു. മഹാപ്രഭുവിന്റെ കാലത്ത് ഇത് നിലനിന്നിരുന്നത് പോലെ അതിനു വളരെ മുൻപ് പ്രഹ്ലാദ മഹാരാജിന്റെ കാലത്ത് പോലും ഈ എതിർപ്പ് നിലനിന്നിരുന്നു. തന്റെ പിതാവ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഭക്തപ്രഹ്ലാദൻ ഹരിനാമ സങ്കീർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇത് പിതാവും പുത്രനും തമ്മിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. ഭഗവത്ഗീതയിൽ 7:15 ഇപ്രകാരം പറയുന്നു: നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായായ അപകൃത ജ്ഞാന ആസുരം ഭാവമാശ്രിത. ദുഷ്കൃതികളായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ആസുരം ഭാവം ആശ്രിത എന്നതാണ് ഇതിൽ മായാവതി സന്യാസിമാർക്ക് യോജിച്ചത്. ഭഗവാന്റെ രൂപത്തിൽ വിശ്വസിക്കാത്ത അസുരന്മാരുടെ മാർഗം അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എല്ലാറ്റിന്റെയും ആത്യന്തികമായ ഉറവിടം അവ്യക്തിഗത ബ്രഹ്മം ആണെന്ന് വാദത്താൽ അവർ ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് നേരിട്ടുള്ള ഈശ്വര നിഷേധനമാണ്. എന്നാൽ ഈശ്വരൻ ഉണ്ടെന്നും, പക്ഷെ അവിടുന്ന് ശിരസോ കരചരണങ്ങളോ ഇല്ലെന്നും അവിടെ നിന്ന് കാണുവാനോ കേൾക്കുവാനോ കഴിയുന്നില്ലെന്നും പറയുന്നത് മറ്റൊരു വിധത്തിലുള്ള ഈശ്വര നിഷേധമാണ്. കാഴ്ചശക്തി ഇല്ലാത്ത ഒരുവനെ അന്ധനെന്നും, നടക്കാൻ കഴിയാത്തവനെ മുടന്തനെന്നും, കൈകാലില്ലാത്തവനെ നിസ്സഹായനെന്നും, സംസാരശേഷി ഇല്ലാത്തവനെ മൂകനെന്നും, ശ്രവണശേഷി ഇല്ലാത്തവനെ ബധിരനെന്നും വിളിക്കുന്നു. ഈശ്വരന് കാലുകളോ കണ്ണുകളോ ചെവികളോ കൈകളോ ഇല്ലെന്നുള്ള മായാവാദികളുടെ വാദം അദ്ദേഹത്തെ പരോക്ഷമായി അന്ധൻ, ബധിരൻ, മൂകൻ, മുടന്തൻ, നിസ്സഹായൻ എന്നിങ്ങനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ അവർ തങ്ങളെ ശ്രേഷ്ഠരായ വേദാന്തികളായി സ്വയം കാഴ്ച വെക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരാണ് അക്കൂട്ടർ. മായ അപഹൃത ജ്ഞാന. അവ്യക്തിഗതവാദികളായ മായാവാദികൾ എല്ലായ്പ്പോഴും വൈഷ്ണവരെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വൈഷ്ണവർ പരമദിവ്യത്വ പുരുഷനെ പരമകാരണമായി സ്വീകരിച്ചിരിക്കുന്നു. അവർ അവിടുത്തെ സേവിക്കുവാനും അവിടുന്ന് ദർശിക്കുവാനും അവിടുത്തോട് സംഭാഷണം നടത്തുവാനും അഭിലഷിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാനും തന്റെ ഭക്തന്മാരെ കാണുവാനും ഭക്തന്മാരുമായി സംഭാഷണം നടത്തുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അവരോടൊപ്പം നൃത്തം ചെയ്യുവാനും ഉത്സുകനാണ്. വ്യക്തിപരമായ ഈ പ്രേമ വിനിമയം മായാവാദി സന്യാസിമാർക്ക് ഹൃദ്യമല്ല. അതിനാൽ ബനാറസിലെ മായാവാദി സന്യാസിമാർ മഹാപ്രഭുവിനെ സന്ധിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഈശ്വരന് വ്യക്തിത്വം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഒരു പ്രചാരകൻ എന്ന നിലയിൽ മഹാപ്രഭു അവരുടെ മനസ്സു മാറ്റി.
അപ്പൊ മഹാപ്രഭുവിന്റെ മധുര വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളെ അലിയിക്കുകയും അവിടുന്നോട് അവർ സുഹൃത്തുക്കൾ എന്ന പോലെ മധുരവചനങ്ങളിൽ സംഭാഷണം നടത്തുകയും ചെയ്തു. ഇതുപോലെ എല്ലാ പ്രചാരകരും എതിരാളികളെ സന്ധിക്കേണ്ടതാണ്. പക്ഷേ അവരെ കൂടുതൽ ശത്രുതയുള്ളവരാക്കി മാറ്റുവാൻ പാടില്ല. നേരത്തെ തന്നെ അവർ ആയകാൽ നാം അവരോട് പരുഷമായും വിനയമില്ലാതെയും നാം കഴിയുന്നിടത്തോളം സംഭാഷണം നടത്തിയാൽ അവരുടെ ശത്രുത വർദ്ധിക്കുകയുള്ളൂ. അതിനാൽ നാം കഴിയുന്നിടത്തോളം മഹാപ്രഭുവിന്റെ കാലടികളെ പിന്തുടരുകയും ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളും ആചാര്യന്മാരുടെ വചനങ്ങളും കാഴ്ചവെച്ച് എതിരാളികളെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. ഇപ്രകാരമാണ് നാം ഭഗവാന്റെ ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കുവാൻ ശ്രമിക്കേണ്ടത്. അപ്പം നമ്മള് 99-ാമത്തെ ശ്ലോകമാണ്. അപ്പം ഈ ശ്ലോകം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അപ്പൊ അതിൽ പറയണം, മഹാപ്രഭുവിന്റെ സംഭാഷണം കേട്ട് മായാവതി സന്യാസിമാരുടെ മനസ്സലിഞ്ഞു, മധുരവചനങ്ങൾ അവർ ഇപ്രകാരം പറഞ്ഞു. അപ്പം നമുക്കറിയാം, നമ്മളെ ഈ സിദ്ധാന്തങ്ങളും നമ്മുടെ ഇസ്കോൺ എന്ന പ്രസ്ഥാനവും ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഓരോ വ്യക്തികളെയും എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ പരിശുദ്ധ നമ്മൾ പരിശുദ്ധ ഭക്തന്മാരാവുക, അവരെയും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയിലോട്ട് നയിക്കുക ഉള്ള ധർമ്മം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മായാവതി സന്യാസിമാർക്ക് ഇവിടെ സങ്കീർത്തന പ്രസ്ഥാനത്തിന് ഇഷ്ടമേ അല്ല ശരിക്കും. അപ്പൊ അവര് ആക്ച്വലി മഹാപ്രഭുവിനെ വിളിച്ച് വിമർശിച്ച് അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഈ വ്യക്തികൾക്ക് തന്നെ മാറ്റം സംഭവിച്ചു. അവർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വിമർശനം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് വിമർശനം, അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം, അല്ലെങ്കിൽ സങ്കീർത്തന പ്രസ്ഥാനത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യയുഗം മുതലേ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല, നമുക്ക് പ്രഹ്ലാദ് മഹാരാജാവ് അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ച സമയത്തും ഭക്തിയെ പറ്റി പറഞ്ഞപ്പോഴും അപ്പൊ തന്നെ സ്വന്തം അച്ഛനായ ഹിരണ്യകശിപു തന്നെ അദ്ദേഹത്തിന് ശത്രുവായിട്ട് മാറി. അതുപോലെ തന്നെ ആണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചത്. ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനം കൊണ്ടുപോകുമ്പോഴും ഈ മായാവതി സന്യാസികൾ അതിനെതിരായി നിന്നു. അപ്പം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും, എന്തെങ്കിലും ഒരു കാര്യം അത് അത്രയും പ്യുവർ ആണ്, അല്ലെങ്കിൽ അത് അത്രയും എഫക്റ്റീവ് ആണെന്ന് കാണുന്ന സമയത്ത് സാധാരണമാണ് ആൾക്കാർ അതിനെ വിമർശിക്കാനുള്ള കാര്യം. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചാലും കാണാൻ സാധിക്കും. അതിലും 1975-76 കാലഘട്ടത്തില് അപ്പോഴും അമേരിക്കയില് നമുക്ക് ഈ പ്രചരണം ചെയ്ത് നല്ല രീതിയിൽ വന്ന സമയത്താണ് ഒരുപാട് ഈ ആൾക്കാർ, അതായത് അവിടെ പല പല അമേരിക്കൻ രക്ഷിതാക്കന്മാരും പല ആൾക്കാരും അവരുടെ കുട്ടികൾ ബ്രഹ്മചാരിയായിട്ട് ഇവിടെ നമ്മുടെ ഇസ്കോണിൽ അവർ ജോയിൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവര് ഈ ഇസ്കോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ കേസ് കൊടുക്കുകയും ഇതൊരു ബ്രെയിൻ വാഷിംഗ് പ്രസ്ഥാനമാണെന്ന്, ആൾക്കാരുടെ ബുദ്ധിയെ കെടുത്തുന്ന പ്രസ്ഥാനമാണെന്നും അവർക്കൊരു സ്വതന്ത്ര ചിന്ത തരാത്തൊരു പ്രസ്ഥാനമാണെന്ന രീതിയിലൊക്കെ അവർ കേസുകളൊക്കെ കൊടുത്ത് ഒരുപാട് നാളുകൾ അതിനു വേണ്ടിയിട്ട് അതിന് പിന്നാലെ കേസുകളൊക്കെ നടന്നു. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ശ്രീല പ്രഭു അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഈ എന്തായാലും എന്തെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ജയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത് അടിയുറച്ച് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോഴും പ്രഭുപാദ് പറഞ്ഞു, അതായത് അപ്പൊ അവര് പറഞ്ഞു, ആക്ച്വലി നമ്മൾ ബ്രെയിൻ വാഷിംഗ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ സമയത്ത് ശ്രീല പ്രഭുപാദ് രസകരമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അവർക്ക് ബ്രെയിൻ ഉണ്ടെങ്കിലേ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് കലിയുഗത്തിലുള്ള വ്യക്തികൾക്ക് ബ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല, അല്ലെ? നമ്മളെല്ലാവരും എന്താണ്, നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായിട്ട് കാര്യങ്ങൾ പിന്നാടെ ഓടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, റിയലി നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ അവർക്ക് ബ്രെയിൻ ഇല്ല. അപ്പൊ നമ്മളാണ് ശരിക്കും അവർക്ക് റിയലി ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഇന്റലിജൻസിനെ നമ്മൾ ശരിക്കും പ്യൂരിഫൈ ചെയ്യുന്നതുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് പ്രഭുപാദ് അങ്ങനെ അവരുടെ ശിഷ്യന്മാരൊക്കെ അവർക്ക് പല പോയിന്റ്സ്, ഇപ്പൊ പലപ്പോഴും ശിഷ്യന്മാർ പല പല ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്തും ശ്രീല പ്രഭുപാദ് അവർക്ക് ഉത്തരം കൊടുത്തു. വളരെ രസകരമായിട്ട് പറഞ്ഞു. അപ്പൊ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവർക്ക് ബ്രെയിനേ ഇല്ല, പിന്നെ എങ്ങനെയാണ് വാഷ് ചെയ്യാൻ സാധിക്കുക ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് പ്രഭുപാദ് വളരെ രസകരമായിട്ടും അവർക്ക് ഉത്തരം കൊടുക്കുകയും അൾട്ടിമേറ്റ്ലി ഈ കേസ് ജയിച്ച് അപ്പൊ US അവര് ലീഗലായിട്ട് പത്രത്തിൽ വരികയും ചെയ്തു. അതായത് ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു ഓതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണെന്നും അത് ഒരിക്കലും ഒരു ബ്രെയിൻ വാഷിംഗ് മൂവ്മെന്റ് പോലെ ഒരു മൂവ്മെന്റ് അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു,
എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10-11 വർഷം എടുത്തു ആക്ച്വലി. കാരണം ഞാൻ 1965 വന്ന സമയത്തും എനിക്കൊരു സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ പ്രസ്ഥാനത്തിന് മെല്ലെ മെല്ലെ എന്റെ ഗുരു മഹാരാജായ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ കാരുണ്യം കൊണ്ട് വളർത്തിയെടുത്തു. അപ്പൊ അദ്ദേഹം എനിക്ക് തന്നതാണ് നിങ്ങളെ പോലത്തെ ശിഷ്യന്മാർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവരാണെന്ന് ശീല പ്രഭുപാദ് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരത്ത് നന്ദി രേഖപ്പെടുത്താണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും വർഷങ്ങൾ എടുത്തു ആക്ച്വലി ഈ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനം പ്രസ്ഥാനം ഉയർന്നു വരാനും ഇത് ഒരു എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ് അവിടെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനിയും ഭാവിയിലും ഇതുപോലെ തന്നെ നമുക്ക് പല പല ചാലഞ്ചസ് നേരിടേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു മൂവ്മെന്റ് പരിശുദ്ധ ഭക്തിയെ കൊണ്ടുപോകണം. അപ്പൊ ഇത് എന്താണ്? അപ്പൊ ഈ പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ അകത്ത് ഉള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഭക്തി പുറത്ത് കാണുമ്പോൾ ഒരു വ്യക്തി അട്രാക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇപ്പം ഒരുപാട് പേര് ഇതിലോട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് കാണുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന ദുഃഖകരമായ വാർത്തയായാലും ശരി, അപ്പൊ അതിലും നമുക്കറിയാം അവിടെ എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ ഇസ്കോൺ അഗേൻസ്റ്റ് ആയിട്ടൊക്കെ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം ഇത് പ്യൂർ ആയതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത്. കാരണം അവർക്ക് അറിയാൻ സാധിക്കും. കാരണം കൃഷ്ണഭക്തി എല്ലാവരും അട്രാക്ട് ചെയ്യാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഭയം എന്താണ്? ഇപ്പം ഒരുപാട് പേര് കൃഷ്ണഭക്തന്മാരായി കഴിഞ്ഞാൽ നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ലല്ലോ എന്ന ചിന്താഗതിയാണ് അവരെ മനസ്സിൽ വരുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ആരും ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നും അല്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തി ആക്ച്വലി ഏത് റിലീജിയൻ ഫോളോ ചെയ്തോട്ടെ, പക്ഷെ ആ റിലീജിയനിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാവരും നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ അംശമായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളെയും സ്നേഹിക്കാനുള്ള തത്വമാണ് എല്ലാ റിലീജിയനും പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ശീലപ്രഭുപാദ് പറഞ്ഞ ഒരു വ്യക്തി നിർബന്ധമായിട്ട് കൃഷ്ണഭക്തനാണെന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ഫോളോ ചെയ്തോട്ടെ, പക്ഷെ പരിശുദ്ധ ഭക്തനാവാൻ ശ്രമിക്കുക. അവർ ഫോളോ ചെയ്യുന്നോ അത് അവർ പ്യൂറായിട്ട് ഫോളോ ചെയ്യാനുള്ള കാര്യമാണ്. അല്ലാതെ ഒരിക്കലും നമ്മള് നമ്മളെ നമ്മൾ ഈ ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ തെറ്റാണെന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യമോ അതൊന്നും ഒരിക്കലും നമ്മുടെ ധർമ്മം പഠിപ്പിച്ചിരുന്നില്ല. യഥാർത്ഥ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവനം ചെയ്യാനുള്ളതാണ്. ധർമ്മത്വ സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാന്റെ ആജ്ഞകൾ എന്താണോ അതിനെ നമ്മൾ നിറവേറ്റാനുള്ള കാര്യമാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതിനെ ഫോളോ ചെയ്യാണ് ഇസ്കോണും ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ച് അതിനെ വേറേതോ രീതിയിൽ കണ്ടുകൊണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കാലക്രമേണ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് യഥാർത്ഥമായിട്ടുള്ള റിലീജിയൻ എന്നും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ചാലഞ്ചസ് ഉണ്ടാവും കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ ചാലഞ്ചസ് നമുക്ക് വരുന്ന ഈ ഓരോ ചാലഞ്ചുകളും നമ്മൾ ആക്ച്വലി കൂടുതൽ നമ്മളെ ശക്തിമാനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാലഞ്ചുകൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ അതിൽ സീരിയസ്നെസ് എടുക്കുന്നത്. ഇല്ലേ? നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെ നമുക്ക് എത്തില്ല അല്ലെ? നമുക്കറിയാം, നമ്മൾ ഒരു ഒളിമ്പിക്സിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഹർഡിൽസ് എന്ന് പറഞ്ഞൊരു ഈ സ്പോർട്സ് ഇവന്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതില് ഇടയ്ക്കിടയ്ക്ക് ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒരു ഹർഡിൽസ്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യാം? നമ്മൾ ഓടി പോയി നമ്മൾ അതിനെ ജമ്പ് ചെയ്ത് അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി അവസാനം ഓടി അദ്ദേഹം ഫിനിഷ് ചെയ്ത് അദ്ദേഹം ഒരു ഗോൾഡ് മെഡൽ അദ്ദേഹം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഓരോ ചാലഞ്ചസുകളും നമ്മളെ താഴ്ത്താനല്ല, നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാലഞ്ച് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ. നമ്മൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ മുറുകെ പിടിക്കുന്നത്, ആ വ്യക്തിക്ക് ഈ ചാലഞ്ചുകൾ വന്നാലും അദ്ദേഹത്തിന് അതിനെ കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പ്രഭുപാദ് നമുക്ക് എപ്പോഴും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊരവസ്ഥയിലും നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ സന്തോഷമായാലും ശരി, ദുഃഖമായാലും ശരി, നമ്മൾ ഒരിക്കലും കൂടുതൽ ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്നെന്നും നമ്മൾ ഭഗവാന്റെ അടുത്ത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഈ മായാവാദി സന്യാസികൾ എന്ന് പറയുന്നത് എന്താണ്? ആസുരം ഭാവം ആശ്രിത. അവരും അസുരന്മാരെ പോലെയാണ്. കാരണം എന്താണ്? ഭഗവാൻ ഇല്ല എന്ന് പറയുന്നു. ഒരു കൂട്ടർ ആൾക്കാർ ചിലപ്പോൾ ഭഗവാൻ ഇല്ല എന്ന് പറയും. പക്ഷെ വേറൊരു കൂട്ടർ ആൾക്കാർ എന്താ പറയുന്നത്? ഭഗവാന് കൈകളില്ല, കണ്ണുകളില്ല, മൂക്കളില്ല, കാലുകളില്ല. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അപരാധികളാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ, അതുകൊണ്ടാണ് അവരെ ആസുരം ഭാവ ആശ്രിതം അല്ലെങ്കിൽ ആസുരന്മാരായിട്ട് അവരെ കണക്കാക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ ഒരു വ്യക്തി ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ അങ്ങനെ ഭഗവാനെ കാണുന്ന ഒരു വ്യക്തി ഭഗവാൻ ഒരു അന്ധനാണ്, ബധിരനാണ്, മൂകനാണെന്ന് പറയുന്നത് തുല്യമാണ്. അപ്പൊ അത് ഏറ്റവും വലിയൊരു അപരാധമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അപരാധം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്ത് കൂടുതൽ ദൂരെയാണ് അവർ പോകുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഇത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾക്കൊരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ഭഗവാൻ ഒരു രൂപം ഉണ്ടാവണം. അപ്പൊ അത് നമുക്ക് ഭൗതിക രൂപമാണെന്ന് ഭഗവാൻ സച്ചിദാനന്ദ രൂപമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അത് വളരെ വ്യക്തമാണ്. അല്ലാതെ ഒരിക്കലും ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നത് ഭഗവാന് ഭൗതികമായിട്ടുള്ള രൂപമില്ല, പക്ഷെ ആധ്യാത്മികമായിട്ടുള്ള രൂപമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനെ അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ അല്പബുദ്ധി കാരണം അവർക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാര്യമാണ്.
പക്ഷെ അതുകൊണ്ട് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞൊരു കാര്യം എന്താണ്? ഇവിടെ എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭു ആ മായവാദി സന്യാസിമാരെ സ്നേഹത്തോടെയും അവരെ തോൽപ്പിച്ച് അവരെയും കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം ഓരോ കൃഷ്ണഭക്തന്മാരും ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും പലതവണയായിട്ട് പ്രചരണം ചെയ്യുന്ന സമയത്തൊക്കെ പല ആൾക്കാർ നമ്മൾ എതിർക്കും. ഈ ഫിലോസഫി എതിർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭഗവത്ഗീത, പല ആൾക്കാർ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അവിടെ നമ്മുടെ ക്ഷമയെ നമ്മൾ നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഒരുപാട് നേരം അവർ നമ്മൾ അപരാധം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി നമ്മൾ നീങ്ങാം. കാരണം എന്താണ്? ഒരുപാട് നേരം അവർ ഭഗവാനെ പറ്റി കുറ്റം പറയാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഭക്തൻ പുസ്തകവിതരണം ചെയ്യാൻ പോവാണ്. ആ സമയത്ത് നമുക്ക് ആദ്യം ഒരു 2 വാക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. അപ്പൊ ആ ഒരു വ്യക്തി പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല, അതേ സമയത്ത് കുറ്റം പറയാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് അദ്ദേഹത്തിന് മോശമാണ്, നമുക്ക് മോശമാണ്. കാരണം അദ്ദേഹത്തിന് മോശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എത്രത്തോളം അദ്ദേഹം ഭഗവാനെ പറ്റി കൂടുതൽ കുറ്റങ്ങൾ പറയുന്നു, അത്രത്തോളം അദ്ദേഹം ഭഗവാനിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവസരം ഒരുക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ ഭക്തിയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മളെ പോലത്തെ ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു ഒരു പുതുതായിട്ട് നട്ട ചെടി പോലെ ഉണ്ടാവും അല്ലെ? നമുക്ക് പുതിയതായിട്ട് ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വേര് എന്ന് പറയുന്നതാണ് അത്ര അടിയുറച്ചതല്ല. ചെറിയൊരു കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ വീണ് പോകും. അതുപോലെ തന്നെ അപ്പൊ നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ വിശ്വാസവും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഏതൊരു വ്യക്തിയുടെ നമ്മൾ കൃഷ്ണഭക്തി പറഞ്ഞു കൊടുക്കുക, പ്രചരണം ചെയ്യുക എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ സമയകാല പാത്രം അനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫിലോസഫി പറഞ്ഞ് ഒരാളെ തോൽപ്പിക്കുക അല്ല അർത്ഥം. നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം പറഞ്ഞാൽ ആ വ്യക്തിയെ കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് നമ്മുടെ ഉദ്ദേശം. അല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ പാണ്ഡിത്യം കാണിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ അവന്റെ ഫിലോസഫിയെ തോൽപ്പിച്ചു, ഞാനാണോ ജയിച്ചത്, അവൻ തോറ്റു ഉള്ളതല്ല കാര്യം. നമ്മൾ എന്താ ചെയ്യാ? ഒരു വ്യക്തി ചിലപ്പോൾ തോറ്റിട്ട് അദ്ദേഹം ചിലപ്പോൾ നമ്മൾ ജയിക്കുകയായിരിക്കും, നമ്മുടെ വാദപ്രതിവാദങ്ങൾ നമ്മൾ ജയിക്കുകയായിരിക്കും. പക്ഷെ ജയിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ ഈഗോ വലുതായിരിക്കും. നമ്മൾ ജയിച്ചു, ഞാൻ ജയിച്ചു. പക്ഷെ അതേ സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ജയിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് രീതിയിലും ഒരു വ്യക്തിയെടുത്ത് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പുസ്തകം വാങ്ങിയില്ല ഇല്ലാന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അദ്ദേഹം ആ പുസ്തകം വാങ്ങില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അദ്ദേഹത്തിനോട് ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് അവസാനം അദ്ദേഹത്തിന് ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം തിരിച്ചു പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്നില്ലെങ്കിൽ നാളെ അറ്റ്ലീസ്റ്റ് അദ്ദേഹം കൃഷ്ണഭക്തനാവാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഏഹ് തോൽപ്പിക്കുകയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ചിലപ്പോൾ കൃഷ്ണഭക്തിയെ തന്നെ അദ്ദേഹം വെറുത്തു പോകും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയോട് എങ്ങനെ നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യം. അതിന് നമുക്ക് ബുദ്ധി തരുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്നാൽ നമ്മൾ നമ്മുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഭഗവാൻ നമുക്ക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഇന്റലിജൻസ് ഉപയോഗിക്കുക, അതേ സമയത്ത് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാര്യമാണ്. നമ്മൾ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ തോൽപ്പിക്കുകയോ പുസ്തകം വായിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമ്മളെ കുറച്ച് ഓർമ്മ കൊണ്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ നമുക്ക് ഓർമ്മ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തി കൃഷ്ണഭക്തനാവണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇൻ കേസ് ആ ഒരു പുസ്തകം ആണെന്നുണ്ടെങ്കിൽ, അത് അൾട്ടിമേറ്റ്ലി ഭഗവാനാവുന്ന പരമാത്മാവായിട്ടുള്ള ഒരു വ്യക്തി കൺവിൻസ് ചെയ്താലേ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു അപ്രോച്ച് എടുക്കുക. അവിടെ ചൈതന്യ മഹാപ്രഭു ചെയ്ത പോലെ തന്നെ നമ്മളെന്താ ചെയ്യുക? അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് വേണം അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ അവരെ തോൽപ്പിച്ചുകൊണ്ട്, അവരെ തോൽപ്പിക്കുകയും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർ നെയിം സേക്ക് നമ്മൾ ജയിച്ചു എന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആചാര്യന്മാരുടെ മഹാജനോ ഏന ഗതസ്സ പന്ഥ അല്ലെ? അപ്പൊ നമ്മൾ മഹാജനന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരണം. അപ്പൊ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ആചാര്യന്മാർ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ആത്മീയ ഗുരുമാർ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും അതേ രീതിയിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ പ്രചരണം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്രചരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 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 എന്താ പറയുക ഒരു കോഡ് ഓഫ് കണ്ടക്ട് പോലെയല്ല. ഒരു വ്യക്തിയെടുത്ത് ഇത് തന്നെ പറയണം, ഒരു വ്യക്തിയെടുത്ത് ഇത് തന്നെ പറയണം, അങ്ങനെയല്ല. നമ്മൾ ഒരു വ്യക്തിയെ കണ്ട് ഒരു വ്യക്തിയുടെ മനോഭാവം മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം അവർക്ക് ഒരു വ്യക്തി കാണുന്ന സമയത്ത് അവർക്ക് നമ്മളൊരു വെൽവിഷറാണ്, അഭ്യുതകാംക്ഷിയാണെന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റ് വളർത്തിയെടുക്കാനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കാൻ സാധിക്കും. അതേ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അല്ലാതെ നമ്മൾ പറയുമ്പോൾ അവരെ കട്ട് ചെയ്ത് നമ്മൾ പറയാൻ നിൽക്കരുത്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വേണം നമുക്ക് ഒരു ഭക്തന്മാരെ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും
അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ആചാര്യന്മാരും ആധ്യാത്മികരും വരുന്ന സമയത്ത് അവർ ഓരോ ലെക്ചേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഓഡിയൻസ് അനുസരിച്ചാണ് അവർ ലെക്ചർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചിന്ത നമ്മൾ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും മഹാജനങ്ങളുടെ ആക്ടിവിറ്റീസ് നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവര് ആ ഒരു സ്ഥലകാല പാത്രം അനുസരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് അവരുടെ മനസ്സിൽ എന്താണ്, എങ്ങനെയാണ് ഈ ഇത്രയും നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളെയും കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ഒരേ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് അവർ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചാണ് അവർ പ്രചരണം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമുക്ക് ഓരോ വ്യക്തികളെയും കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു വ്യക്തി ഭഗവാനെ പറ്റി പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഫിലോസഫിയെ മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള വ്യക്തിക്ക് നമ്മൾ പ്രസാദം കുറച്ച് കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പ്രസാദം കിട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതേ സമയത്ത് വേറൊരു വ്യക്തിക്ക് മ്യൂസിക്കിനാണ് ഇഷ്ടം. അപ്പൊ മ്യൂസിക്കിന് ഇഷ്ടം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കീർത്തനത്തിൽ ഇരുത്താം, കീർത്തനം കേൾക്കാം. ഒരു വ്യക്തിക്കാണ് കുറച്ച് സേവനം ചെയ്യാനാണ് ഇഷ്ടം, ക്ലാസ് കേൾക്കാൻ ഇഷ്ടമില്ല ഇനീഷ്യൽ സ്റ്റേജസിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് സേവനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സേവനം ചെയ്തുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഗ്രാജുവലി കൃഷ്ണ ഭക്തിയും കൃഷ്ണ ഫിലോസഫിയും എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗ്രാജുവലി ഒരു വ്യക്തിക്ക് ഫുൾ ഫ്ലജ്ഡ് ആയിട്ട് കൃഷ്ണ ഭക്തിയിലോട്ട് വരാൻ സാധിക്കുക എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഉത്തരമല്ല നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മൾ ഓരോ വ്യക്തിയുടെ മനോഭാവം അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഏതൊരു വ്യക്തിയെടുത്ത് നമ്മൾ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും തർക്കിച്ച് അവരെ വിഷമിപ്പിക്കാതെ അവരെ ഗ്രാജുവലി അവരെന്ത് ചെയ്യാം, അവരെ നമ്മൾ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്നും പ്രാക്ടീസ് ചെയ്യാൻ എനിക്കും ആ സന്തോഷം ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഈ വ്യക്തി ഇത്രയും കാലമായിട്ട് ഭക്തി ചെയ്യാണ്, എന്നിട്ട് ഇത് ദേഷ്യത്തോട് സംസാരിക്കുന്നു എന്താണ് എന്നുള്ളത്. അപ്പൊ അവർ നമ്മൾ തന്നെ ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നമ്മൾ എപ്പോഴും കൂൾ ഹെഡഡ് ആയിട്ട് ഇരിക്കാം. എപ്പോഴും ശീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമാണ്, എന്തൊരു സിറ്റുവേഷൻ കൂൾ ഹെഡഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ടെമ്പോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം പുറത്ത് വരുത്താതെ നമ്മൾ ക്ഷമയോടെയും കാര്യങ്ങൾ മനസ്സിലാക്കി കൂളായിട്ട് നമ്മളെ വിത്തൗട്ട് ആങ്സൈറ്റിയോടെ നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഈ ഒരു മായാവാദി സന്യാസിമാര് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫി സിദ്ധാന്തത്തിനെ തോൽപ്പിക്കാനും അത് തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കാനും വന്ന മായാവാദി സന്യാസിമാരെ ഇന്റേൺ ചൈതന്യ മഹാപ്രഭു എങ്ങനെ അവർ കൺവേർട്ട് ചെയ്തോ അവരെ കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവന്നു. ശാസ്ത്രങ്ങളിൽ നിന്ന് പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വ്യക്തികളെ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇവിടെ രൂപ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു രൂപം ഉണ്ടെങ്കിൽ ഭഗവാനും ഒരു രൂപം ഉണ്ടാവും. അപ്പൊ എനിക്കൊരു രൂപം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം എന്താണ്, എന്റെ അച്ഛനും രൂപമുണ്ട്. അപ്പൊ അച്ഛന്റെ അച്ഛനും രൂപമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി ആരാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാവരുടെയും ജഗത് പിത എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം സർവ്വയോനീഷ് കൗന്ദയ മൂർത്ത എന്ന സംഭവിക്കുക. അപ്പം എല്ലാ യോനികളുടെയും ഉറവിടം എന്ന് പറയുന്നതായിരുന്നു ഭഗവാനാണ്. അപ്പം ആ ഭഗവാനും ഒരു രൂപമുണ്ട്. പക്ഷെ ആ രൂപം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. അല്ലാതെ നമ്മളെ ഭൗതിക രൂപമല്ല ഉള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ അതിനെ അവര് മിസ്ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് ഭഗവാന്റെ രൂപമില്ല എന്ന് രീതിയിൽ അവർ പറയുന്നത്. അപ്പൊ നമ്മള് സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കി ആചാര്യന്മാരുടെ ഫിലോസഫി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു വ്യക്തിയുടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നുള്ള കാര്യമാണ്. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് ആ രീതിയിൽ ഓരോ വ്യക്തികളെ നമ്മൾ എങ്ങനെ കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം, എങ്ങനെ അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തണമെന്ന കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇസ്കോൺ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് എന്നാണ് അല്ലെ. മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന്റെ കൂടെ പ്രചരണം കൂടി ഉണ്ടെങ്കിലേ ഒരു മൂവ്മെന്റ് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു അസോസിയേഷൻ മാത്രമാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് അടുത്ത് പറഞ്ഞു കൊടുക്കാം. എസ്പെഷ്യലി ഈ ഒരു മാസം ഗീതാ ജയന്തി മാസം കൂടിയാണ്. നമ്മൾ എല്ലാവരിടത്തും നമ്മൾ ഭഗവത്ഗീതയെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു മാസം ഗീതാ ജയന്തി മാസമാണെന്നും നമ്മൾ നമ്മുടെ കോൺടാക്ട്സിനടുത്തൊക്കെ വിളിച്ച് പറയും. എത്രയോ നമ്പേഴ്സ് നമ്മുടെ ഫോണിലുണ്ട്. അപ്പൊ അവിടത്തൊക്കെ നമ്മൾ പറയും, നമ്മൾ ഇങ്ങനെ ഒരു ഭഗവത്ഗീത തരുമെന്ന ഗ്രന്ഥമുണ്ട്, ശീലപ്രഭുപാദിന്റെ ഒരു ഗ്രന്ഥമാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീത എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 90ഓളം ഭാഷകൾ തർജ്ജമ ചെയ്തും ലോകത്തിൽ ഏറ്റവും അധികം വിതരണം ചെയ്യുന്നതും ഏറ്റവും ആൾക്കാർ ഈ ബുക്ക് വായിച്ച് കൃഷ്ണഭക്തന്മാരായ ഒരു ഗ്രന്ഥം കൂടിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് നമ്മൾ ജസ്റ്റ് ചോദിക്കുക. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അത് വാങ്ങുന്നുണ്ടോ ഇത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ ശ്രമമാണ് ഭഗവാൻ അവിടെ നോക്കുന്നത്, ആക്ച്വലി റിസൾട്ട് അല്ല. നമ്മൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കൂടുതൽ ഭഗവാന്റെ കാരുണ്യം കിട്ടുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഒരു മിനിറ്റ് കൂടി ഉണ്ട്
ഓൾമോസ്റ്റ് 5:45 ആയിരിക്കുന്നു സമയം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ പ്രഭു കൃഷ്ണ. ദണ്ഡവത് പ്രണാംസ്. പ്രഭു, ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഒരാള് വന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഭഗവത്ഗീതയൊക്കെ എന്തിനു വായിക്കണം? അവരവരുടെ മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിച്ചാൽ മാത്രം മതിയല്ലോ. ഇങ്ങനെ ഭഗവത്ഗീത അവരെയെല്ലാം തെരുവിൽ വിട്ടിട്ട് ഭഗവത്ഗീത വായിച്ചിട്ട് എന്താണ് പ്രയോജനം? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അവരോട് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്? ഓക്കെ മാജി, നല്ലൊരു ചോദ്യമാണ് മാജി ചോദിച്ചത്. പ്രാക്ടിക്കൽ ആയിട്ടൊരു ചോദ്യമാണ്. അപ്പം നമുക്കറിയാം, അപ്പം അത് ചോദിച്ച പോലെ തന്നെ നമുക്ക് ആക്ച്വലി ഇന്നത്തെ കാലത്തിൽ മാതാപിതാക്കൾക്ക് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ധർമ്മം എന്ന് അറിയുന്നില്ല. ആദ്യത്തെ കാര്യം അതാണ്, ഫസ്റ്റ് ഒരു കേസ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ വളർത്താനുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നല്ലത്, എന്താണ് ശരി തെറ്റെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഭഗവാനിൽ നിന്ന് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എനിക്കൊരു ശരി ഉണ്ടാവും, വേറൊരു വ്യക്തിക്ക് തെറ്റുണ്ടാവും, വേറൊരു വ്യക്തിക്ക് ശരി ഉണ്ടാവും, വേറൊരു വ്യക്തിക്ക് തെറ്റുണ്ടാവും. അപ്പം ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റൈറ്റ് തിങ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടാലേ മനസ്സിലാക്കാൻ സാധിക്കും. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി നമുക്ക് എഴുതി തരുന്ന ഒരു കാര്യമാണ് ഈ ഭഗവത്ഗീത. നമ്മൾ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ ആണ്, നമുക്കൊരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാനുവൽ വായിച്ചാലേ നമുക്ക് അതിന് എങ്ങനെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ മാനുവൽ വായിക്കാതെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. മേ ബി അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ ഫോൺ കേടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിന്റെ ഒരു മാനുവൽ പോലെയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം നയിക്കണമെന്നും ഒരു വ്യക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ശരിയായിട്ടുള്ള സന്തോഷം കിട്ടുക, എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൊടുത്ത ഒരു മാനുവൽ പോലെയാണ് ഈ ഭഗവത്ഗീത എന്നും. അപ്പൊ ഈ ഭഗവത്ഗീത വായിച്ചാലേ നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ റിയൽ പർപ്പസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാം മാജി. അപ്പൊ ഇതാണ് എനിക്ക് ഷോർട്ടായിട്ട് പറയേണ്ട ഒരു ഉത്തരം എനിക്ക് തോന്നുന്നു. വളരെ നല്ല ആൻസർ. മാജി, അപ്പൊ അത് നമുക്ക് പറഞ്ഞു നോക്കാം മാജി, നമുക്ക് ശ്രമിച്ചു നോക്കാം. കാരണം മറ്റു വ്യക്തികളുടെ അണ്ടർസ്റ്റാൻഡിങ് വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ രീതിയിൽ നമുക്ക് താങ്ക് യു മാജി, അത് നല്ലൊരു ചോദ്യത്തിന്. ഹരേ കൃഷ്ണ മാജി. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആ സമയത്ത് നമുക്ക് ഭഗവാൻ തന്നെ ഒരു ബുദ്ധി തരും മാജി, നമുക്ക് എന്താണ് സംസാരിക്കണം എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക ഉള്ള കാര്യമാണ് നമ്മൾ ചെയ്യുക. ആക്ച്വലി വന്നിട്ട് നമ്മളെപ്പോഴും ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുന്ന സമയത്തായാലും ശരി, ഞാൻ 1-2 ലെക്ചേഴ്സിൽ കേട്ടായാലും നമ്മൾ ആക്ച്വലി നമ്മുടെ സാധന പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആക്ച്വലി അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഡിസംബർ മാസം നമ്മൾ പ്രോപ്പറായിട്ട് സാധന ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മളെ മോട്ടീവ് പറഞ്ഞാൽ ഒരിക്കലും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ റിസൾട്ട് അല്ല, നമ്മൾ പരിശുദ്ധ ഭക്തന്മാരാവാനുള്ള കാര്യമാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് നമ്മൾ ആക്ച്വലി പെർഫെക്റ്റ് ആയി നമ്മൾ സാധനം ചെയ്യും. ഭഗവാന്റെ ബുക്സ് വായിച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ഡിവോട്ടീസ് പലപ്പോഴും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന മാജി. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു മന്ത് നമ്മുടെ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാര്യം ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം മാജി. താങ്ക് യു മാജി. എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നത് അത് ഭഗവാന്റെ കരുണയാണ് അവരവർക്ക് നല്ല മക്കളെ കിട്ടാനുള്ള ഇത്. ഓരോരോ കുട്ടികളും ഈ ഇതില് കുപ്പത്തൊട്ടിയിലൊക്കെ വീഴുന്നുണ്ട്. അതൊന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ നമുക്ക് നല്ല ജന്മം കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ മാജി, നമ്മൾ എന്ത് ആൻസർ പറഞ്ഞാലും ചില വ്യക്തികൾക്ക് അവരുടെ ഒരു ചിന്താഗതി ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ. അപ്പൊ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മാജി. നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ അടുത്ത ആളെ കാണാൻ അങ്ങനെ ചെയ്യും മാജി. താങ്ക് യു. ഓക്കെ, അപ്പൊ വേറെ സംശയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. അപ്പൊ ബാക്കി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് അവർ ഉത്തരം പറഞ്ഞതുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് അതായത് നമുക്ക് ഇവിടെ കണ്ടില്ല, ആ മധുരമായിട്ടുള്ള വചനങ്ങളിൽ അവർ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള സസ്പെൻസ് ആയിട്ടുള്ള കാര്യം കേൾക്കാൻ എല്ലാവരും വരും. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീ ചൈതന്യ ചരാനന്ദം കി ജയ്, ശ്രീല പ്രഭുപാദ കി ജയ്, സമവേത ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. നിതായ് ഗൗർ പ്രേമാനന്ദ. താങ്ക് യു. ഹരേ കൃഷ്ണ.